ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആര് അഡ്രസ്സ് അയച്ചു തന്നാലും ഞങ്ങൾ അയച്ചു തരും. കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഗൂഗിൾ പേ ചെയ്താലും മതി. അത് അത്ര ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മളെല്ലാവരും ചെറുനാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, ഇങ്ങനത്തെ അച്ചാറുകൾ കഴിച്ചിട്ടുണ്ടാവില്ലേ? ഇതിപ്പോൾ നോൺ വെജ് അച്ചാർ, മീൻ അച്ചാർ, ചിക്കൻ അച്ചാർ, ബീഫ് അച്ചാർ, അതിന് പുറമെ ഉണക്കിറച്ചി, ഇടിയിറച്ചി, ബീഫിന്റെ ഇടിയിറച്ചി, ചിക്കൻ്റെ ഇടിയിറച്ചി, ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തി, മസാലപ്പൊടികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസും. ചോറോ കഞ്ഞിയോ ഉണ്ടെങ്കിൽ വേറെ കറി വേണമെന്നില്ല. ഈ നോൺ വെജ് അച്ചാർ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം നല്ല ടേസ്റ്റിൽ നാടൻ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ കുറച്ച് പരിചയപ്പെട്ടാലോ? കാസർഗോഡ് കാഞ്ഞങ്ങാട് രാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ABC അച്ചാറിന്റെ ഷോപ്പ് ഉള്ളത്. ഇടിയിറച്ചി ആക്കാനായിട്ട് ആദ്യം ബീഫിന്റെ വേസ്റ്റ് എല്ലാം ചെത്തി മാറ്റി ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കും. അതിനുശേഷം നന്നായി ഉപ്പിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും തിരുമ്മി ഒരു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. പിറ്റേന്നെടുത്ത് ഇത് തനതായ സ്മോക്കി ഫ്ലേവറിൽ അടുപ്പിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ നെറ്റ് കെട്ടി അതിലിട്ട് 3 ദിവസം തിരിച്ചും മറിച്ച് ഉണക്കിയാണ് ഉണക്കിറച്ചിയാക്കുന്നത്. അത് ചുട്ട് ഇടിച്ച് വറുത്ത് പൊടിച്ച് എടുക്കുന്നതാണ് ഇടിയിറച്ചി. ഏറ്റവും കൂടുതൽ ഇടിയിറച്ചിയാണ് ടച്ചിങ്ങിന് കൊണ്ടുവന്ന് ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇടിയിറച്ചി, ഇടി ചിക്കൻ, അതുപോലെ ബീഫ് അച്ചാർ അടിപൊളിയാണ് ഈ ടച്ചിങ്ങിന്. മല്ലിപ്പൊടി, മീറ്റ് മസാല, ചിക്കൻ മസാല, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് അച്ചാറുകൾക്ക് ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്ന കൂടെ ഷോപ്പിലും ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇനി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരും. ചിക്കൻ അച്ചാറും ഇറച്ചി അച്ചാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എൻ്റെ മക്കള് ജർമ്മനിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ ഈ നാട്ടുകാരാണ്. ബിന്ദു ആന്റിയുടെ ബീഫ് അച്ചാറിനെ പറ്റി പറയാൻ വാക്കുകളില്ല. അമ്മാതിരി ടേസ്റ്റ് ആണ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ബീഫ് അച്ചാർ കേട്ടോ. ബീഫ് അച്ചാർ സൂപ്പറാണ്. ഇതാണ് എൻ്റെ ഫാമിലി. വൈഫാണ് എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത്. മക്കൾ 2 പേരും സഹായിക്കും. ഇവള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൻ നേഴ്സിംഗ് കഴിഞ്ഞു. മറ്റൊരു മോളും കൂടെ ഉണ്ട്. അവൾ 3rd ഇയർ ഷിമോഗയിൽ BSc നേഴ്സിംഗ് പഠിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് അച്ചാറും ഇടിയിറച്ചി എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഇടിച്ചിക്കൻ എന്ന് പറഞ്ഞാൽ മറ്റെവിടെയും ആരും ചെയ്യുന്നില്ലാത്ത ഒരു സംഭവമാണ്. അതും ബീഫ് ഇടിയിറച്ചി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം എടുത്ത് 4 ദിവസത്തെ പ്രോസസ്സിൽ ഉണങ്ങി സ്മോക്കി ഫ്ലേവറിൽ ചുട്ട് ഇടിച്ച് വറുത്ത് ഉണ്ടാക്കുന്നതാണ് ഇടിച്ചിക്കൻ. അത് മറ്റെവിടെയും വാങ്ങാൻ കിട്ടില്ല. നമ്മുടെ അടുത്ത് മാത്രമേ. നമ്മുടെ ഇടിയിറച്ചി ഇത് സ്മോക്കി ഫ്ലേവറിൽ അടുപ്പിൻ്റെ മുകളിൽ നെറ്റ് കെട്ടി ഉണക്കിയെടുക്കുന്നതാണ്. മറ്റുള്ളിടത്തെല്ലാം ഡ്രയറിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ സാധനത്തിന് കൂടുതൽ വരുന്നത്. കാലാകാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ്. ABC അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരു ടേസ്റ്റും ക്വാളിറ്റിയും ഉള്ള അച്ചാറാണ്. അവരുടെ തന്നെ ഇടിയിറച്ചിയുണ്ട്. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണേലും ഫാമിലി എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടിയിറച്ചിയും അച്ചാറും ചിക്കൻ അച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്, മീൻ അച്ചാറുണ്ട്. എല്ലാത്തരം അച്ചാറുകളും എല്ലാവർക്കും ഫാമിലിയിലേക്കാണേലും ബാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണേലും കൊടുത്തിട്ടുണ്ട്. അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേറെ കമ്പനിയുടെ കഴിച്ചിട്ടുണ്ട്. എന്നാലും അതിനേക്കാളും ക്വാളിറ്റി ഉള്ളതും ABC അച്ചാർ തന്നെയാണ്. അവരുടെ അത് നോക്കിക്കഴിഞ്ഞിട്ടാണെങ്കിലും അതിനകത്തെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം ABC അച്ചാറിൻ്റെ തന്നെയാണ് ഉള്ളത്. നമ്മളെ ഇടിയിറച്ചി, ഉണക്കിറച്ചി നമ്മൾ തട്ടിലിട്ട് ഉണങ്ങുന്നത്, ഡ്രയറിലിട്ട് ഉണങ്ങാറില്ല. അത് ഉണങ്ങി ഞങ്ങൾ ഒരു പ്രാവശ്യം എടുത്ത് നോക്കിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് പൊടിഞ്ഞു പോവുക. ഇതാവുമ്പോൾ പണ്ട് കാലങ്ങളിൽ തട്ടിലിട്ട് ഉണങ്ങി അടുപ്പിൻ്റെ മേളിൽ തട്ട് കെട്ടി അതിൽ വെച്ച് ഉണങ്ങുന്ന അതേ രീതി നിങ്ങൾ കണ്ടല്ലോ. ആ തട്ടിലിട്ട് ഞങ്ങൾ ഉണങ്ങുന്നത്. ആ തട്ടിലിട്ട് ഉണങ്ങി പിച്ച് കീറി ഇടിച്ച് പിച്ച് കീറി പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെ പിച്ച് കീറുന്നു അതേപോലെ തന്നെ ആണ് ഇപ്പോഴത്തെ ഉണങ്ങുന്നത്. ഡ്രയറിലിട്ട് ഉണങ്ങി ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും പറയുന്നത്. ഞാനൊരു ചെറുത് ഇതായിട്ട് ആക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ ആക്കി കൊടുക്കുന്നത്. എത്രയും നല്ലതാക്കാൻ പറ്റുന്നത് അത്രയും നല്ലതാക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ABCയുടെ അച്ചാർ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അടുത്തൊന്നും ഇത്രയും ടേസ്റ്റുള്ള ഒരു പ്രൊഡക്റ്റ് കഴിച്ച് എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് അച്ചാർ തന്നെയാണ്. ഇടിച്ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ 4 ദിവസത്തെ പ്രോസസ്സാണത്. 4 ദിവസം കൊണ്ട് ഇത് ഉണങ്ങിയെടുക്കുള്ളൂ. അതിന് ശേഷമാണ് ചുട്ട് ഇടിച്ച് വറുത്ത് റെഡി ടു ഈറ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഈ ഇടിച്ചിക്കൻ ലോകത്ത് മറ്റെവിടെയും നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി കിട്ടുന്ന ഇടിച്ചിക്കനൊക്കെ ഫ്രഷ് മീറ്റ് കൊണ്ട് ചെയ്യുന്നതാണ്. ഈ 4 ദിവസം ഉണക്കി പ്രോസസ്സ് ചെയ്തിട്ട് ചെയ്യുന്നത് എവിടെയും എൻ്റെ അറിവിലില്ല. ബീഫ് അച്ചാറാണ്. എങ്ങനെയുണ്ടോ നോക്കാം. ടേസ്റ്റ് സൂപ്പർ ഉണ്ട്. അടിപൊളി സൂപ്പറാണ്. സൂപ്പർ ടേസ്റ്റ്. കുറേ നാൾ നിൽക്കും അച്ചാറൊക്കെ. നമ്മൾ വാട്ടർ കണ്ടന്റ് ഇല്ല. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 6 മാസം വരെയൊക്കെ സുഖമായിട്ട് പുറത്ത് സാധനം ഇരിക്കും.
ചമ്മന്തിപ്പൊടിയുണ്ട്, ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുണ്ട്, നമ്മുടെ കുരുമുളക്, ചെറിയുള്ളി, തേങ്ങ, ഉണക്കമുളക് ഇതാണ് ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടിയാക്കുന്നത്. നല്ല അച്ചാറാണ്, ബീഫ് അച്ചാറാണ്. സാധാരണ അച്ചാർ പോലെയല്ല, എരിവും പുള്ളിയൊക്കെ നല്ല വെറൈറ്റിയാണ്. ഞാനും ഒരു പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് വ്യത്യസ്തമായ ടേസ്റ്റാണ്. എല്ലാ രാജ്യത്തേക്കും സാധനം നമുക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം അത് അച്ചാറായാലും ഈ ഡ്രൈ ഐറ്റംസ് ആയാലും. പിന്നെ പൈനാപ്പിൾ പാനി എന്ന് പറഞ്ഞൊരു ഐറ്റംസ് കൂടിയുണ്ട്. അത് തെങ്ങിൻ കള്ളും ശർക്കരയും പൈനാപ്പിളും കൂടെ പറ്റിച്ചെടുത്തിട്ടുണ്ടാക്കുന്ന ഇത് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. ഈ സാധനം കേടാകത്തേ ഇല്ല. ഈ എണ്ണ കുറഞ്ഞു കഴിയുമ്പോഴാണ് സംഭവം മോശമാകുന്നത്. അച്ചാറുകളെല്ലാം കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏത് അച്ചാർ വേണേലും, ബീഫ് അച്ചാറും, മീനച്ചാറും, ചിക്കൻ അച്ചാറും. പിന്നെ ഇവരുടെ ഒരു ബീഫ് ഒലത്തിയതുണ്ട്, ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം ടേസ്റ്റ്. ഇത് നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവർ ഉണ്ടാക്കി ഈ തരും. സാധനമൊക്കെ കിട്ടാൻ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം സാമ്പിളിന് വെച്ചിട്ടുണ്ട്. ഏത് ആർക്ക് ടേസ്റ്റ് വന്നാൽ ചെയ്താലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ട് പോകാം. അവർക്ക് എല്ലാ ഇഷ്ടമുള്ളത് സാധനം അതിന് പൈസ ആരും തരണ്ട. സാമ്പിള് ഫ്രീ ആയിട്ട് എത്ര വേണേലും കൊടുക്കും.